നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് നമ്മളൊരു സോളാർ സിസ്റ്റം ചെയ്യുമ്പോൾ ഇത് ഇത്രയും പൈസ മുടക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ നഷ്ടമാണ്, ഇത് വെക്കുന്നവർ മണ്ടന്മാരാണ്, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് നിരവധി കാണാനായിട്ട് സാധിക്കും. അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, അതായത് ഈ സോളാർ വെക്കുന്ന നഷ്ടമാണ് എന്ന് നാട് മുഴുവൻ പറഞ്ഞു നടക്കുന്ന ഒരു കുറച്ച് ആളുകളുണ്ട്. അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, നമ്മളിപ്പോൾ ഒരു കാർ വാങ്ങിക്കാനായിട്ട് ഒരു വ്യക്തി പോവുകയാണെന്ന് നമ്മളിപ്പം വിചാരിക്കുക. അപ്പോൾ ഒരാൾ ഒരു കാർ വാങ്ങാനായിട്ട് പോകുമ്പോൾ ചിലപ്പോൾ അവർ ഒരു 10 ലക്ഷം രൂപയുടെ കാർ വാങ്ങിക്കാം, ചിലപ്പം അവർക്ക് 5-6 ലക്ഷം രൂപയുടെ കാറായിരിക്കാം വാങ്ങിക്കുന്നത്, ചിലപ്പോൾ അവർ 1 കോടി രൂപയുടെ കാർ ചിലപ്പം വാങ്ങിച്ചെന്ന് വരും. ഇപ്പം ബെൻസൊക്കെയാണ് ചിലപ്പോൾ 1 കോടി രൂപ വില വരും. അപ്പം നമ്മൾ അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ അടുത്തേക്ക് ചെന്നിട്ട് നിങ്ങൾ ഈ 1 കോടി രൂപ മുടക്കി ഈ കാർ മേടിച്ചത് ഒരു വലിയ നഷ്ടമായി പോയില്ല ചേട്ടാ, നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയുടെയോ 15 ലക്ഷം രൂപയുടെ കാർ വാങ്ങിച്ചാൽ പോരായിരുന്നു, ബാക്കി പൈസ നിങ്ങൾക്ക് കൊണ്ടുപോയിട്ട് ബാങ്കിലിട്ടാൽ പോരായിരുന്നോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളോട് എന്തായിരിക്കും മറുപടി പറയുക? ആ കാർ വാങ്ങിച്ച വ്യക്തി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മളിത് ബാങ്കിൽ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ഒരു വരുമാനവും കാര്യങ്ങളും വെച്ച് ഒരിക്കലും നോക്കിയതിന് ശേഷം ഈ സോളാർ വാങ്ങിക്കുന്ന ആളുകൾ ആരും ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ ഒന്നാമതായിട്ട് തന്നെ മനസ്സിലാക്കുക. സോളാർ വാങ്ങിക്കുമ്പോൾ പ്രധാനമായിട്ടും ആൾക്കാർ മേടിക്കുന്നത്, ഇപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ മെയിനായിട്ട് നോക്കുവാണെങ്കിൽ ഇതൊരു പൊതു നന്മ എന്നുള്ള രീതിയിൽ, പൊതുവായിട്ടുള്ള ഒരു കാര്യം എന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രീൻ എനർജി ഉപയോഗിക്കാം. അതും അല്ലെങ്കിൽ റിയാക്ടറിൽ നിന്നുമുള്ള എനർജി നമുക്ക് വേണ്ട, നമുക്കൊരു സമൂഹ നന്മ എന്നുള്ള രീതിയിൽ ഗ്രീൻ എനർജിയിലേക്ക് പോയേക്കാം എന്ന് കരുതിക്കൊണ്ട് സോളാറിലേക്ക് പോകുന്ന, ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഓൺ ഗ്രിഡ് ആണെങ്കിലും ഒക്കെ സോളാറിലേക്ക് പോകുന്ന ഒരുപാട് ആളുകൾ, ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ആ ഒരു സെക്ഷനകത്തായിരിക്കും. അതേപോലെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഫുൾ ടൈം നമുക്ക് കറണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതായത് ഇപ്പം പല സമയത്തും കറണ്ട് കട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇപ്പോൾ രാത്രിയും പകലും എല്ലാം ഫുൾ ടൈം കറണ്ട് ഇല്ലാതെ വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻവെർട്ടർ ഫുൾ ചാർജ് തീർന്നു പോകുന്നൊരു സാഹചര്യമൊക്കെ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമുക്ക് പകൽ സൂര്യൻ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നമുക്ക് പകൽ സമയം മുഴുവൻ ചാർജിങ് നടക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടോടു കൂടി അങ്ങനെ അത് വാങ്ങിക്കുന്ന ഒരു സെക്ഷൻ ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മറ്റൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനൊരു പ്രത്യേക താല്പര്യം കൊണ്ട് വാങ്ങിക്കുന്ന ഒരു മൂന്നാമത് വേറൊരു കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു പാഷനായിട്ട് ഇത് കൊണ്ട് നടക്കുന്ന സോളാർ വെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ഒരു താല്പര്യം, അതിനോടൊരു പ്രത്യേക ഒരു ക്രൈസ്, ഒരു താല്പര്യമുള്ളത് കാരണം കൊണ്ട് ഈ സോളാർ സിസ്റ്റം വാങ്ങിച്ചു വയ്ക്കുന്ന മൂന്നാമത് ഒരു കൂട്ടരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ മറ്റൊരു രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500 യൂണിറ്റിനൊക്കെ മുകളിലേക്ക് വൈദ്യുതി ഉപയോഗിക്കുന്ന ആളുകൾ, അവർക്ക് ഇപ്പം KSEBിയുടെ ഒരു താരിഫൊക്കെ നോക്കുകയാണെങ്കിൽ 500-ന് മുകളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും താരിഫ് പെട്ടെന്ന് കൂടും. ഇപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് ഈ സോളാർ സിസ്റ്റം ചെയ്തിട്ട് ഇപ്പോൾ ഒരു 100 യൂണിറ്റ് ആണെങ്കിൽ പോലും താഴോട്ട് താത്താൻ, ഇപ്പോൾ 400-ലോ 450-ലോ ഒക്കെ താത്താൻ പറ്റിയാൽ പോലും അവർക്ക് സാമ്പത്തികമായിട്ട് നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ബില്ല് നോക്കുമ്പോൾ വലിയൊരു തുകയിൽ വ്യത്യാസം വരും. അപ്പോൾ ആ ബില്ല് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ വേറൊരു രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട് പലപ്പോഴും. അതായത് നമ്മളിപ്പം ഈ ചില മേഖലയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കറണ്ട് അല്ലെ ലൈന് കമ്പികളൊന്നും അവിടെ എത്തിപ്പെടാത്ത ചില മേഖലകൾ, അതേപോലെ തന്നെ ചില മലയുടെയൊക്കെ മുകളിലുള്ള ചില പ്രത്യേക സ്ഥലത്ത് ഈ കൃഷിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അവർക്ക് ഈ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അവിടെ സോളാർ പാനൽ മേടിക്കാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലോ. അപ്പോൾ അങ്ങനെ സോളാറുകൾ സിസ്റ്റങ്ങൾ, മോട്ടർ അടിക്കാനുള്ള സോളാർ പാനൽ സിസ്റ്റങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെ വിവിധ രീതിയിൽ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് സോളാർ സിസ്റ്റം ആൾക്കാർ വയ്ക്കുന്നതും ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇതുകൊണ്ട് ബാങ്കിലിട്ട് കഴിഞ്ഞാൽ അതിൽ നിന്നും കിട്ടുന്ന ആ ഒരു ലാഭത്തിനെ കഴിഞ്ഞും അതുമായിട്ട് തട്ടിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സംവിധാനത്തിൽ ആരും ഈ സോളാർ സിസ്റ്റത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ ദയവായിട്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. അതേപോലെ തന്നെ ഇതെന്നാൽ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രയോജനം ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മുടക്കുമുതൽ എന്ന് തിരിച്ചു കിട്ടും എന്ന് ചോദിച്ചാൽ നമുക്ക് സാധാരണ ഇതിലൊരു 6 വർഷം മുതൽ 10 വർഷം വരെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ വെച്ചതിൻ്റെ ഫുൾ എമൗണ്ടും നമുക്ക് സാധാരണ ഇതിൽ കറണ്ട് ചാർജായിട്ട് നമുക്ക് തിരിച്ച് സാധാരണ ഇത് കിട്ടും. അതിന് കൃത്യമായിട്ടും അതിൻ്റെ കണക്കും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഞാനിത് കൃത്യമായിട്ടും അത് കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ കണക്ക് നിങ്ങളെ കൂട്ടി കാണിച്ചു തരാം. ഇത് ഫുള്ള് വെച്ച എമൗണ്ട് ഇപ്പോൾ ഓൺ ഗ്രിഡ് ആണെങ്കിലും ഓഫ് ഗ്രിഡ് ആണെങ്കിലും ഒക്കെ നമുക്ക് ഈ 6 മുതൽ 10 വർഷം വരെയുള്ള ഒരു കാലഘട്ടത്തിൽ കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. പിന്നെ ഇതിനകത്ത് ഓൺ ഗ്രിഡിലാണെങ്കിൽ നമുക്ക് KSEBിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല, കൃത്യമായിട്ട് നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി പറ്റത്തില്ല. കാരണം ഓരോ സമയത്തും KSEB നമുക്ക് തരുന്ന ചാർജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ തരുന്നതായിരിക്കില്ല, ചിലപ്പം നാളെ തരുന്ന, ചിലപ്പം നാളെ കഴിഞ്ഞ് ചിലപ്പോൾ മാറിയെന്ന് വരാം. അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത്, കണക്ക് കൂട്ടാൻ ബുദ്ധിമുട്ട് വരും. പക്ഷേ ഒരു ഓഫ് ഗ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഓഫ് ഗ്രിഡ് ആണല്ലോ വാങ്ങിക്കുന്നത് കൂടുതൽ പൈസ മുടക്ക് വരുന്നത്, അതിനകത്ത് ബാറ്ററി ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയുള്ളത് ഓഫ് ഗ്രിഡാണ്. പക്ഷേ ഓഫ് ഗ്രിഡ് ഞാൻ കണക്ക് കൂട്ടി നിങ്ങളെ കൃത്യമായിട്ട് ഞാനിത് കാണിച്ചു തരാം. ഇത് നഷ്ടമൊന്നും സംഭവിക്കില്ല. അല്ലെങ്കിൽ ഒരു 6 മുതൽ 10 വർഷത്തിനുള്ളിൽ നമുക്ക് ഈ വെച്ച സാധനത്തിന് ഫുൾ എമൗണ്ട് നമുക്ക് KSEBിലേക്ക് അടയ്ക്കേണ്ടതായിട്ടുള്ള ആ ബില്ലിൽ നമുക്ക് കുറവ് ചെയ്ത് കിട്ടുന്നതായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ആ ഫുൾ എമൗണ്ടിനുള്ള കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അത്
എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇപ്പോൾ ഓഫ് ഗ്രിഡിനകത്ത് പ്രശ്നം വരുന്ന ബാറ്ററി പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. ഇപ്പോൾ ഒരു 6 വർഷമോ 8 വർഷമോ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ നമുക്ക് ഈ മുടക്കുമുതൽ കിട്ടുന്ന ഒരു സാഹചര്യം എത്തുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബാറ്ററി കംപ്ലയിൻ്റ് ആകാൻ ഉള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ സംഭവം ശരിക്കും ഈ ബാറ്ററി ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലും നമ്മളിപ്പോൾ വെച്ചുകൊണ്ടിരിക്കുന്ന ലെഡ് ആസിഡ് ബാറ്ററികളാണ്. ആ ലെഡ് ആസിഡ് ബാറ്ററി സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ സ്ക്രാപ്പ് റേറ്റ് വളരെ നല്ലൊരു പ്രൈസ് നമുക്ക് സ്ക്രാപ്പായിട്ട് തന്നെ ഈ ബാറ്ററികൾക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ക്രാപ്പ് കൊടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന പൈസയ്ക്ക് ബാക്കി വരുന്ന പണം അത്രയും മാത്രമേ നമ്മൾ ശരിക്കും പുതിയ ബാറ്ററിക്ക് വേണ്ടിയിട്ട് നമ്മൾ പിന്നെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഇനി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ അങ്ങനെ ബാറ്ററി നമ്മൾ മാറിയാൽ തന്നെയും വീണ്ടും നമ്മളൊരു 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ മാക്സിമം നമ്മൾ നോക്കിയാൽ പിന്നീട് ആ ബാറ്ററിയുടെ പൈസ മാത്രം നമുക്ക് റിട്ടേൺ വരും നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്താൽ ഉറപ്പായിട്ടും ആ ഫുൾ സിസ്റ്റവും നമ്മുടെ സോളാർ പാനലും MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും ബാറ്ററി മുഴുവനും ഫുള്ളായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഫുൾ എമൗണ്ട് നമുക്ക് റിട്ടേൺ ആയിട്ട് നമുക്ക് അതിനകത്ത് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇത് വലിയ ലാഭമായിട്ടല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ബാങ്കിൽ കൊണ്ടുപോയി പൈസ ഇട്ട് കഴിഞ്ഞാൽ അതിനെ കഴിഞ്ഞും അതായിരിക്കും ഈ സോളാർ എടുക്കുന്നതിനെ കഴിഞ്ഞ് ലാഭം എന്നുള്ള ആ ഒരു സംഭവം വന്ന് അവതരിപ്പിക്കുന്ന ആളുകളുടെ ഒരു വിചാരം. ഇത് ഇവർ വലിയൊരു ബുദ്ധിമാന്മാരാണ്, ഇവർക്ക് മാത്രമേ ഈ സംഭവം അറിയത്തുള്ളൂ, ഇവരെന്തോ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തി എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷേ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്, ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഓരോരുത്തരും സോളാറും അതിൻ്റെ സംവിധാനം വാങ്ങിച്ചു വെക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ദയവായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതായത് എൻ്റെ അടുത്ത് വന്ന് ഇത്രയും കാലമായിട്ടും എന്നോട് സോളാർ മേടിച്ചിട്ടില്ല ഒരാൾ പോലും ഇതിൽ നിന്നൊരു ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് വെച്ചാൽ നമുക്ക് ഈ സോളാർ വാങ്ങിച്ചുകൊണ്ട് ഇതിൽ നിന്നും വലിയൊരു പൈസ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് മേടിക്കുന്ന ആരുമില്ല. എന്ന് മാത്രമല്ല ആരും ചോദിക്കാറുമില്ല ഇത് ലാഭമാണോ നഷ്ടമാണെന്നൊന്നും എന്നോട്. സോളാർ വെക്കുന്നതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, ഇത് വെച്ചാൽ ലാഭമാണോ നഷ്ടമാണോ എന്ന് സാധാരണ ഇതിൽ ആരും നമ്മളോട് ചോദിക്കാറില്ല. കാരണം ഇതിനകത്തുനിന്ന് എന്താണ് ഇതിൻ്റെ സംഭവം എന്നൊക്കെയുള്ള ഏകദേശം ഇതിനെ പറ്റിയെല്ലാം മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം തന്നെയാണ് ആളുകൾ ഈ സോളാർ വെക്കുന്നത്. ഈ ഒരു കാര്യം, ഈ സോളാർ നഷ്ടമാണ്, ഇത് ബാങ്കിൽ പൈസ ഇടുന്നതാണ് എനിക്ക് ലാഭമെന്ന് വിചാരിച്ച് വലിയ ബുദ്ധിമാന്മാരാണെന്ന് വിചാരിച്ച് നടക്കുന്ന നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളാണ് ശരിക്കും മണ്ടന്മാർ. ഇത് വെക്കുന്ന ആൾക്കാർക്ക് എല്ലാം നല്ല ബുദ്ധിയുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് അവർ ഈ സാധനം മേടിച്ച് വെക്കുന്നത് എന്നുള്ള കാര്യം ദയവായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ഇങ്ങനെയുള്ളൊരു സംഭവം ഈ മണ്ടത്തരം നിങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാട്ടിൽ കൂടെ നടക്കാതിരിക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് വേണ്ടി തന്നെ ചെയ്തൊരു വീഡിയോ ആണിത്. ഇത് ഞാൻ ഒരുപാട് കേട്ട് മടുത്തൊരു കേസാണ്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആളുകൾ ഓൺ ഗ്രിഡും ഓഫ് ഗ്രിഡും ഹൈബ്രിഡും എല്ലാ സിസ്റ്റവും വാങ്ങിക്കുന്നുള്ള കാര്യം നിങ്ങൾ ദയവായിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ട് നാട്ടിൽ കൂടെ നിങ്ങൾ നടന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.